guys, welcome back to our YouTube channel. This is Karmanakurivigal. Guys, നമ്മൾ ഇന്ന് എനിക്ക് പിന്നെ ട്രോഫി കിട്ടാൻ പോവാണ്. നമ്മൾ അവിടേക്ക് പോവാണ്. Yes guys. നമ്മൾ ബത്തേരിക്കാട്ടാ പോകുന്ന guys. അച്ഛൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് വേഗം പോവാം. അങ്ങനെ നമ്മൾ ഇവിടുത്തെ ബത്തേരിയുള്ള അധ്യാപക ഭവനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ 1 മണിക്കാണ് പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുവരെ നമ്മളിവിടെ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഈ അധ്യാപകന് തൊട്ടപ്പുറത്താണ് എൻ്റെ ജില്ലേൻ്റെ കലോത്സവം നടന്നത്. നമുക്ക് അവിടേക്കൊക്കെ പോകണമെന്നുണ്ട്. സമയം കിട്ടണേ അവിടെയും പോകും. ഗൈസ്, ഇവിടെ 1 o'clock രജിസ്ട്രേഷൻ പറഞ്ഞേക്കുന്നത്. പരിപാടി 2 മണിക്ക് തുടങ്ങുള്ളൂ. അപ്പോൾ ഞങ്ങൾ സൈഡിൽ കൂടെ ഒന്ന് കറങ്ങിയിട്ട് വരാൻ വിചാരിച്ചിട്ട് പോവാണ്. നമ്മുടെ ജില്ല കലോത്സവത്തിന്റെ ജില്ല നടന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ മഴയൊക്കെ പെയ്ത് ലൈറ്റ് ആയിട്ട് പെയ്യും. അടിപൊളി വ്യൂ ആണ്. ഇവിടെ ഒരു വെള്ളം പോകുന്നുണ്ടോ മരത്തിനകത്ത്? ഇത്തിരി കാണാൻ നമുക്ക് അടിപൊളി ബാക്ക്ഗ്രൗണ്ട് ഉള്ളൊരു സ്ഥലമുണ്ട്. ഞങ്ങൾ അവിടെ നിന്നാണ് ഈ മറ്റേ ന്യൂസിലേക്കൊക്കെ കൊടുക്കാനുള്ള ഫോട്ടോസും കാര്യങ്ങളും ഫോട്ടോഷൂട്ടും ഒക്കെ നടന്നത്. അങ്ങോട്ട് കഥകളി സൂത്രം കാണിച്ചതരവേ. ഈ കാണുന്ന കഥകളീൻ്റെ രൂപം കണ്ടോ? ഇത് ശരിക്കും ഞങ്ങൾ പുറത്തുനിന്ന് കണ്ടപ്പോൾ ഒരു റിയൽ ആയിട്ടുള്ള കഥകളി പോലെ ഫീൽ ചെയ്തു. അപ്പം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞില്ല, ആ സ്ഥലത്തേക്ക് പോവുകയാണ്. ഇതാണ് ആ കാണുന്ന ബാക്ക്ഗ്രൗണ്ട്. ഇവിടെ നിന്നാണ് ഞങ്ങളുടെ കലോത്സവത്തിന് വേണ്ട എല്ലാ ഫോട്ടോസും കാര്യങ്ങളും എല്ലാം എടുത്തത്. പിന്നെ ഞങ്ങളുടെ പരിപാടി കഴിഞ്ഞിട്ടും സെൽഫി ആണെങ്കിലും എല്ലാം ഇവിടെ നിന്നാണ് എടുത്തത്. അപ്പോൾ ബാക്കി നമുക്ക് സ്ഥലം കാണാം. അവിടെ മൊത്തം മഞ്ചാടിക്കുരുകൾ നിലത്ത് വീണ് കിടക്കുമായിരുന്നു. അതൊക്കെ കാണാൻ അടിപൊളിയായിരുന്നു. ഞങ്ങളത് കുറേ നേരം പെറുക്കുകയൊക്കെ ചെയ്തു. പിന്നെ മരത്തിലേക്ക് ഇങ്ങനെ പടർന്ന് പിടിച്ചിട്ടുള്ള പൂക്കളൊക്കെ ഇങ്ങനെ മഴ പെയ്തപ്പം നിലത്തേക്കൊക്കെ വീണ് കിടന്നിട്ട് അടിപൊളിയാണ് കാണാൻ. ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ മാമനും അമ്മയും ഇങ്ങനെ മഞ്ചാടിക്കുരുകൾ പെറുക്കുമായിരുന്നു. അവർക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ലല്ലോ, അവർ കുറേ പെറുക്കി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ജൈവ വൈവിധ്യ പാർക്കിലേക്കാണ് പോയത്. അവിടെ ഭയങ്കര പച്ചപ്പും ആകെ മൊത്തം കുറേ വെറൈറ്റീസ് ഓഫ് മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളതൊക്കെ കണ്ടു. പിന്നെ മഴ പെയ്ത് കിടക്കുന്നതുകൊണ്ട് ചളിയായിരുന്നു, അപ്പോൾ കൂടുതൽ അങ്ങോട്ട് പോയില്ല. അങ്ങനെ ആ സ്ഥലം മൊത്തം അടിപൊളിയായിട്ട് എക്സ്പ്ലോർ ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ അവിടേക്ക് കയറാനുള്ള രജിസ്ട്രേഷൻ പ്രൊസീജിയേഴ്സ് ഒക്കെ ഞങ്ങൾ ഫില്ല് ചെയ്ത് ഞങ്ങൾ ആ ഹോളിൻ്റെ ഉള്ളിലേക്ക് കയറി. ഞങ്ങൾ ചെല്ലുമ്പോൾ അവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തിയതുകൊണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടു. ഞങ്ങൾ അവരുടെ കൂടെ ഇരുന്നത്. ഞങ്ങൾ മുഖ്യ അതിഥികളായി എത്തിയിരിക്കുന്ന വെള്ളമൺ സ്കൂളിലെ പ്രിയ കൂട്ടുകാരെ ഈ പരിപാടിയിലേക്ക് ഏറെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. അവിടെ ഞങ്ങളുടെ കൂടെ ആ ചൂരൽമലയിൽ ഉണ്ടായിരുന്ന സ്കൂളുകളിലെ കുട്ടികളുണ്ടായിരുന്നു. അവർക്കും ട്രോഫിയൊക്കെ കൊടുത്തു. അതിൽ ഞാനും ട്രോഫി മേടിച്ചു. അപ്പം ഞങ്ങൾക്ക് ഈ വീട്ടിലേക്ക് പോകണം. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം സമയം ഏകദേശം 3:30 കഴിഞ്ഞായിരുന്നു. നല്ല വിശപ്പുണ്ട്. ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചില്ല. പക്ഷേ അവിടെ നിന്നൊരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചു. അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങി. അപ്പോൾ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റേ മീൻ വിൽക്കുന്നുണ്ട്, പുഴമീൻ വിൽക്കുന്നുണ്ട്. അപ്പോൾ അത് ചുമ്മാ ഒന്ന് കാണാൻ വേണ്ടി പോയി. നല്ല വലിയ മീനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം തന്നെ പിടിച്ചുകൊണ്ട് വന്നിട്ട് മുറിച്ച് ഫ്രഷ് ആയിട്ട് കൊടുക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് ഒരു ചേട്ടൻ ഞങ്ങളെ കണ്ടിട്ട് സൂപ്പർ എന്നൊക്കെ പറയുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഈ വീഡിയോ എടുത്തിട്ട് ഏകദേശം 3-4 ദിവസമൊക്കെ കഴിഞ്ഞു. പക്ഷെ അപ്ലോഡ് ചെയ്യുന്നത് ഇപ്പോഴാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.